ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മഞ്ചാടീസ് വേൾഡ്. സോ ഇന്ന് നമ്മളൊന്ന് പുറത്ത് വരെ പോവാണ്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ മേടിക്കാനായിട്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ തീർന്ന് അത് മേടിക്കാനായിട്ട് പോവാണ്. സോ അങ്ങനെ ഞങ്ങൾ റിലയൻസ് മാർട്ടിലെത്തി. മിക്കപ്പോഴും ഞങ്ങൾ റിലയൻസ് മാർട്ടിൽ നിന്നും ഡി മാർട്ടിൽ നിന്നും ഒക്കെയാണ് സാധനങ്ങളൊക്കെ എടുക്കാറുള്ളത്. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ നോക്കി എടുക്കുവാണ്. മഞ്ചൻ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുമായിരുന്നു. കുറച്ച് ടൈം എൻ്റെ പുറകെ നടക്കും, പിന്നെ വിജയേട്ടൻ്റെ പുറകെ നടക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞും അവൾ അവിടെ എല്ലാം ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ നോക്കിയെടുത്തു. പിന്നെ എന്ന് വെച്ചാൽ റിലയൻസ് മാർട്ട് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പം മഞ്ചൻ വന്നിട്ട് പറഞ്ഞു അവൾക്ക് മാഗി വേണമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി മാഗിയൊക്കെ എടുത്തു. അവിടെ അന്നേരം വേറെ എന്തോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമായിരുന്നു. അങ്ങനെ അതിമിക്കവാറും എന്നെയും മഞ്ചനെയൊക്കെ അതിൽ കിട്ടി കാണുമായിരിക്കും. അങ്ങനെ എന്തായാലും വേണ്ടതൊക്കെ ഞങ്ങൾ എടുത്ത് പിന്നെ പ്രൈസ് ടാഗ് ഒട്ടിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ നേരെ പോയത് ബില്ലിംഗ് സെക്ഷനിലോട്ടാണ്. പിന്നെ ഇനിയെന്ന് വെച്ചാൽ പച്ചക്കറി മേടിക്കാൻ പോകണം. ഇവിടുന്ന് ഞങ്ങൾ പച്ചക്കറി ഒന്നും അങ്ങനെ എടുത്തില്ല. അപ്പം മാർക്കറ്റിൽ പോയി മേടിക്കാമെന്ന് വിജയേട്ടൻ പറഞ്ഞു. പിന്നെ മഞ്ചാടി അവിടെ ചെന്നൊരു ഡയറി മിൽക്കൊക്കെ എടുത്തു സ്വന്തമായിട്ട്. എന്തായാലും ആ ഡയറി മിൽക്ക് പിന്നെ ഞാൻ വിജയേട്ടൻ്റെ കയ്യിൽ കൊടുത്തു ബില്ല് ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത് പച്ചക്കറി മേടിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ നാരങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു വലിയ നാരങ്ങ എടുത്തു. നോക്കിയപ്പോൾ ചെറിയ നാരങ്ങയും ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ അതൊക്കെ ഞാൻ വെറുതെ എടുത്തൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ കാറിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതെല്ലാം ഞങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി പച്ചക്കറി മേടിക്കണം. അപ്പം പിന്നെ ഇനി അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു മാർക്കറ്റ്, അവിടെ പച്ചക്കറി മാത്രമല്ല, നമ്മുടെ ജമന്തിപ്പൂവും റോസാപ്പൂവും പിച്ചിപ്പൂവും എല്ലാം ഉണ്ട്. അതുമാത്രമല്ല, രണ്ട് സൈഡിലായിട്ട് തേങ്ങയൊക്കെ വാരിക്കൂട്ടിയിട്ടാണ് അവർ വിൽക്കുന്നത്. എന്തോ കിലോ കണക്കൊക്കെയാണ് തേങ്ങ അവർ വിൽക്കുന്നത്. എന്തായാലും പച്ചക്കറി കടയിലെത്തി ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ മേടിച്ചു. ഇനി ഫ്രൂട്ട്സ് മേടിക്കണം. അതുകൂടെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് പോവാണ്. വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ല. വിജയന് ഡ്യൂട്ടിക്കും പോകണം. സോ എല്ലാം എടുത്ത് വെച്ചു ഞാൻ. പിന്നെ മഞ്ചാടിയെ ആണെങ്കിൽ കാറിലൊക്കെ കയറ്റി. അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.